സമയം രാവിലെ 7 മണി. പാർക്കിംഗ് ഏരിയയിൽ കാർ സീറ്റ് പിന്നിലേക്ക് ചായ്ച്ചിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു സൂര്യ. പെട്ടെന്നാണ് കാറിന്റെ വിൻഡോ ഗ്ലാസിൽ ഒരു തട്ട് കേട്ടത്. സൂര്യ ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ വിൻഡോക്ക് പുറത്ത് കയ്യിൽ 2 കപ്പ് ചായയുമായി വീർച്ചുകൊണ്ട് നിൽക്കുകയാണ് വെണ്ണില. സൂര്യ വേഗം പരിഭ്രമത്തോടെ സീറ്റ് നേരെയാക്കി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗുഡ് മോർണിംഗ് സൂര്യ. രാത്രി മുഴുവൻ കാറിൽ തന്നെ കിടന്നുറങ്ങിയത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടായല്ലോ. ഒരു ചായക്കപ്പ് സൂര്യക്ക് നേരെ നീട്ടിക്കൊണ്ട് വെണ്ണില ചോദിച്ചു. ഗുഡ് മോർണിംഗ് മാഡം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. എൻ്റെ പകുതി ജീവിതവും ഈ കാറിലല്ലേ കഴിയുന്നത്. അല്ല, ഇപ്പോൾ അമ്മക്ക് എങ്ങനെയുണ്ട്? അമ്മയെ വാർഡിലേക്ക് മാറ്റി സൂര്യ. ശ്വാസമുട്ടൽ പൂർണ്ണമായും മാറി. ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ ഉടനെ ഡിസ്ചാർജ് ചെയ്യും. വെണ്ണില മറുപടി നൽകി. ചൂട് ചായ കുടിച്ചപ്പോൾ സൂര്യക്ക് നല്ല ഉന്മേഷം തോന്നി. ചായ കടിച്ചു കഴിഞ്ഞതും നമുക്ക് അമ്മയെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സൂര്യ വെണ്ണിലയോടൊപ്പം അകത്തേക്ക് നടന്നു. ജനൽ വാർഡിലെ കട്ടിൽ പാർവതിയമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെ സഹോദരൻ ചാണ്ടിയും ഇരിപ്പുണ്ട്. അവർ വരുന്നത് കണ്ട പാർവതമ്മ സാവധാനം എഴുന്നേറ്റിരുന്നു. വെണ്ണിൽ അമ്മയെ താങ്ങി പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു. അമ്മ, ഇന്നലെ രാത്രി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇദ്ദേഹമാണ്. പേര് സൂര്യ. പാർവതിയമ്മ നിറഞ്ഞ കണ്ണുകളോടെ സൂര്യയെ നോക്കി പറഞ്ഞു. മോനെ, നീ വലിയൊരു സഹായമാണ് ചെയ്തത്. സഹായത്തിന് ദൈവത്തെ പോലെ വന്ന് നീ ഞങ്ങൾ സഹായിച്ചു. നിന്റെ ഡ്യൂട്ടി പോലെ മാറ്റിവെച്ച് രാത്രി മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ നിന്നു പറഞ്ഞു. നന്ദിയുണ്ട് മോനെ, നന്നായി വരും. പാർവതമ്മ കൈകൂപ്പാൻ തുടങ്ങിയതും സൂര്യ വേഗം അടുത്തു വന്ന് അവരുടെ കൈകൾ പിടിച്ചു തടഞ്ഞു. അയ്യോ, ഇതെന്താ അമ്മേ ഇത്? മുതിർന്നവർ ഇങ്ങനെ കൈകൂപ്പാൻ പാടില്ല. എൻ്റെ അമ്മക്കാണ് ഇങ്ങനെയുടെ അവസ്ഥ വന്നതെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ എനിക്ക് സ്വന്തം ആളുകളെ പോലെയാണ്. ആദ്യം നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ട് സമാധാനമായി ഒന്ന് വിശ്രമിക്കൂ. സൂര്യയുടെ ആ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ട് പാർവതിയമ്മയുടെ മനസ്സ് നിറഞ്ഞു. സ്വന്തം ആളെ പോലെ സംസാരിക്കുന്ന സൂര്യയെ വെണ്ണില കണ്ണിമക്കാതെ നോക്കി നിന്നു. 1 മണിക്കൂറിന് ശേഷം ഡിസ്ചാർജ് നടപടികളെല്ലാം പൂർത്തിയായി. സൂര്യ തന്നെ മുൻകൈയെടുത്ത് മരുന്നുകളെല്ലാം വാങ്ങി വെണ്ണിലയുടെ കയ്യിൽ കൊടുത്തു. പാർവതിയമ്മയെ ശ്രദ്ധയോടെ കാറിൽ കയറ്റി അവർ SR നഗറിലെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. പടികൾ കയറാൻ പാർവതിയും ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ സൂര്യ ഒരു വശത്തും ചാൻഡി മറുവശത്തും താങ്ങിപ്പിടിച്ച് പതുക്കെ അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അമ്മയെ കട്ടിൽ കിടത്തിയ ശേഷം വെണ്ണില തൻ്റെ പേഴ്സുമായി ഹാളിലേക്ക് വന്നു. സൂര്യ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. സൂര്യ എന്ന് വിളിച്ചുകൊണ്ട് വെണ്ണില തൻ്റെ പേഴ്സിൽ നിന്ന് 500-ന്റെ 4 നോട്ടുകൾ എടുത്ത് അവന് നേരെ നീട്ടി. സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിലേക്കും രാത്രി ഹോസ്പിറ്റലിലേക്കും പോയ വണ്ടിക്കൂലിയും വെയിറ്റിംഗ് ചാർജും ചേർത്താണ് അവൾ ആ പണം നൽകിയത്. സൂര്യ പണത്തിന് നോക്കി നിന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഒരേ 500 രൂപ നോട്ട് മാത്രം എടുത്തു. ഇതെന്താ സൂര്യ? ഓഫീസിൽ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കുമുള്ള എൻ്റെ ക്യാബ് ചാർജാണിത് മാഡം. പക്ഷേ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായതൊരു സുഹൃത്തായിട്ടാണ്, ഡ്രൈവറായിട്ടല്ല. സുഹൃത്തിന് വിലയിടരുത്. വളരെ ശാന്തമായും എന്നാൽ ഉറപ്പോടെയും അവൻ പറഞ്ഞു. ചെറിയ സഹായങ്ങൾക്ക് പോലും ലാഭം കണക്ക് കൂട്ടുന്ന ഈ കാലത്ത് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത അവൻ്റെ ആത്മാർത്ഥത കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. താങ്ക് യു സൂര്യ, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. അവൾ മനസ്സ് തുറന്നു പറഞ്ഞു. എനിക്കും ഈ രാത്രി ഒരിക്കലും മറക്കാൻ കഴിയില്ല മാഡം. കാരണം ഇത്രയും കാലം നിങ്ങളുടെ ശബ്ദം മാത്രമായിരുന്നു എൻ്റെ കാറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആദ്യമായി നിങ്ങൾ തന്നെ എൻ്റെ കൂടെ ഈ കാറിൽ യാത്ര ചെയ്തു. ഈ ഓർമ്മ എനിക്ക് ജീവിതകാലം മുഴുവൻ കൂട്ടിനുണ്ടാകും. ശരി, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് സൂര്യ പിന്നോട്ട് തിരിഞ്ഞു. പടുക്കൽ നിന്ന് സൂര്യ പോകുന്നു തന്നെ നോക്കി വെണ്ണില നിന്ന് പോയി. എല്ലാ ദിവസവും രാത്രി ഒരുപാട് പേർക്ക് വേണ്ടി മൈക്കിന് മുന്നിലിരിക്കുന്ന വെണ്ണില ഇന്ന് പക്ഷെ അവൾ സംസാരിച്ചത് ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എപ്പോഴാണ് ഈ രാത്രിയാവുക? അപ്പോഴാണ് ആ മൈക്കിന് മുന്നിലിരിക്കുക എന്ന് അവളുടെ മനസ്സ് വല്ലാതെ കൊതിച്ചു. ആദ്യമായി അവരുടെ മുന്നിൽ മനോഹരമായൊരു കാത്തിരിപ്പ് തുടങ്ങി. സമയം രാത്രി 12:55. സൂര്യ തൻ്റെ കാർ ബണ്ടഭാഗത്തേക്ക് ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി പെയ്ത മഴ കാരണം ഹുസൈൻ സാഗറിലെ വെള്ളത്തിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പതിവ് പോലെ അവൻ റേഡിയോ ഓൺ ചെയ്ത് വോളിയം അല്പം കൂട്ടി. ഇന്ന് അവൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട്. ഇന്നലെ വരെ ആ ശബ്ദം ആരുടേതാണെന്ന് മാത്രമേ അവന് അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ശബ്ദത്തിന് പിന്നിലെ ആളെയും അവർ കൃത്യം 1 മണിക്ക് റേഡിയോയിലൂടെ വെണ്ണിലയുടെ ശബ്ദം ഒഴുകിയെത്തി. മനസ്സുകളെ തൊട്ടുണർത്താൻ നിങ്ങളുടെ വെണ്ണിലെത്തിക്കഴിഞ്ഞു. ഹലോ ഹൈദരാബാദ്. എന്നും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എൻ്റെ അമ്മക്ക് പെട്ടെന്ന് വയ്യാതായി. സംഗതി കുറച്ച് സീരിയസ് ആയിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആ സമയത്ത് മുൻപരിചയം ഒന്നുമില്ലായിരുന്നിട്ടും ഒരാൾ തൻ്റെ ജോലിയും ഉറക്കവും മാറ്റിവെച്ച് ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. അദ്ദേഹം ചെയ്ത വലിയ സഹായത്തിന് നന്ദി പറഞ്ഞാൽ മാത്രം തീരില്ല. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഷോയിൽ ഞാൻ പ്ലേ ചെയ്യുന്ന പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ്.
വൺസ് അഗൈൻ താങ്ക് യു സൂര്യ. ഈ മനോഹരമായ പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതും പറഞ്ഞ് വെണ്ണിലൊരു മെലഡി പാട്ട് പ്ലേ ചെയ്തു. കാർ ഓടിച്ചുകൊണ്ടിരുന്ന സൂര്യയുടെ കണ്ണുകൾ ഈ വാക്കുകൾ കേട്ട് നിറഞ്ഞുപോയി. താൻ ചെയ്തത് ചെറിയ സഹായമാണെങ്കിലും റേഡിയോയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ അത് അത്രയും വലിയ കാര്യമായി പറഞ്ഞപ്പോൾ സൂര്യയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അടുത്ത 2 മണിക്കൂർ നേരം ഒരു മാന്ത്രിക ലോകത്തെത്തിയതുപോലെ അവൻ വണ്ടി ഓടിച്ചു. രാത്രി 3 മണിയോടെ ഷോ അവസാനിച്ചു. വണ്ടി ഒതുക്കി നിർത്തിയൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി സൂര്യ താഴേക്കിറങ്ങി. അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. സ്ക്രീൻ ഒരു പരിചിത നമ്പറായിരുന്നു. സൂര്യ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ സൂര്യ, ഡ്യൂട്ടിയിലാണോ? വെണ്ണിലയുടെ ശബ്ദം കേട്ട് സൂര്യ ഒന്ന് ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ചായ ഗ്ലാസ് വശത്തേക്ക് വെച്ച് അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു, മാഡം നിങ്ങളാണോ? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? എൻ്റെ അനിയൻ നീ നിൻ്റെ നമ്പർ കൊടുത്തിരുന്നല്ലോ, അവനോട് ചോദിച്ചു വാങ്ങിയതാണ്. വെണ്ണില ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഷോ കഴിഞ്ഞു? കഴിഞ്ഞു, സ്റ്റുഡിയോയിൽ നിന്ന് താഴെ ഇറങ്ങിയതേ ഉള്ളൂ. ക്യാബ് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഷോ കേട്ടിരുന്നോ? പിന്നെ കേൾക്കാതെ. എനിക്ക് വേണ്ടിയല്ല നീ സംസാരിച്ചത്. അത് കേട്ടാൽ ഒരുപാട് സന്തോഷം തോന്നി. നിനക്ക് എന്താ കഷ്ടപ്പാട്? വന്നാലും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞ ദൈവം കേട്ടു കാണും. അതുകൊണ്ടാണ് നിന്നെ സഹായിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നത്. ഭാഗ്യം നിങ്ങളുടെയല്ല, എൻ്റെയാണ്. ശരി, അതൊക്കെ പോട്ടെ. ഇന്നലെ രാത്രി മഴ നനഞ്ഞതല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ജലദോഷം വല്ലതുമുണ്ടോ? പകൽ കുറച്ചു നേരമെങ്കിലും ഉറങ്ങിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ സുഖമായിരിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എല്ലാം നല്ല രീതിയിൽ പോകുന്നു. എനിക്ക് നിന്നോട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ജോലി തിരക്ക് കാരണം എല്ലാ ദിവസവും എൻ്റെ ഷോയിലേക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എപ്പോൾ ഒഴിവ് കിട്ടിയാലും എനിക്കൊരു മെസ്സേജോ കോളോ ചെയ്യണം. ഇനി മുതൽ നീ എൻ്റെ ഷോയിൽ വെറുമൊരു കേൾവിക്കാരൻ മാത്രമല്ല, നല്ലൊരു കൂട്ടുകാരൻ കൂടിയാണ്, വെണ്ണില പറഞ്ഞു. സൂര്യയുടെ ഉള്ളിൽ സന്തോഷം തിരതല്ലി. തീർച്ചയായും മാഡം, അവൻ മറുപടി നൽകി. അതെന്താ സൂര്യ ഈ മാഡം വിളി? എന്നെ വെണ്ണില എന്ന് തന്നെ വിളിക്കൂ, ശരിയല്ലേ? അവൻ ചെറിയൊരു നാണത്തോടെ ചോദിച്ചു. ശരി വെണ്ണില. അപ്പുറത്തുനിന്ന് വെണ്ണിലൊന്ന് ചിരിച്ചു. ശരി സൂര്യ, എൻ്റെ ക്യാബ് വന്നു, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വെണ്ണില ഫോൺ വെച്ചു. ഫോൺ സ്ക്രീനിൽ നോക്കി സൂര്യ അവിടെ തന്നെ നിന്ന് പോയി. സമയം മടങ്ങു പോയിക്കൊണ്ടിരുന്നു. കലണ്ടറിലെ താളുകൾ മറിഞ്ഞു. ആ മഴ പെയ്ത രാത്രിക്ക് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 മാസം കൊണ്ട് പരസ്പരം സംസാരിക്കുന്നവർക്ക് ശീലമായി കഴിഞ്ഞിരുന്നു. വെണ്ണിലയുടെ ഷോ കഴിഞ്ഞുടൻ സൂര്യൻ വെള്ളടിക്കും. പിന്നെ അരമണിക്കൂർ നേരത്തേക്ക് നിർത്താതെയുള്ള വർത്തമാനമാണ്. വെണ്ണില തൻ്റെ സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ സൂര്യ തൻ്റെ ടാക്സിയിൽ കയറുന്ന പലതരത്തിലുള്ള ആളുകളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സൂര്യക്ക് ജോലി അത്ര ഭാരമായി തോന്നില്ല. തൻ്റെ വാക്കുകൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്ന ആശ്വാസം അവൻ്റെ വാക്കുകളിൽ കാണാം. വെണ്ണിലക്കും തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. എങ്കിലും ഈ സൗഹൃദം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ രണ്ടുപേരും ചിന്തിച്ചിട്ടുന്നില്ല. ഒരു ദിവസം രാവിലെ 10 മണിയായിട്ടും സൂര്യ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. എടാ സൂര്യ, എത്ര കാലമെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒറ്റക്ക് മുറിയിൽ കഴിയുന്നത്? ഇതൊക്കെ ഇനി മതിയാക്ക്. ഈ കൊല്ലം നിന്റെ കല്യാണം നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നിനക്കൊരു കൂട്ടുണ്ടായാൽ നിന്റെ സുഖവും ദുഃഖവും നോക്കാൻ ഒരാളുണ്ടാവുമല്ലോ. ഞങ്ങൾക്കതൊരു സമാധാനമാകും മോനെ, അമ്മ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അമ്മേ, കല്യാണം എന്ന് പറയുന്ന ജീവിതകാലം മുഴുവൻ ഉണ്ടാവേണ്ട ഒരു ബന്ധമല്ലേ? ഇതൊന്നും പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതിനെക്കുറിച്ച് ചിന്തയേയില്ല, പകുതി മയക്കത്തിൽ സൂര്യ പറഞ്ഞു. അതല്ലടാ, ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പെണ്ണ് നല്ലൊരു കുട്ടിയാണ്, നമുക്ക് പറ്റിയ ബന്ധമാണ്. ഒരു ഞായറാഴ്ച പെണ്ണ് കാണാൻ വരാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. നീ എന്തായാലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു. ആ വാക്കുകൾ കേട്ടതും സൂര്യയുടെ ഉറക്കമെല്ലാം പാടെ പോയി. നെഞ്ചിൽ എന്തൊരു ഭാരം വന്ന് നിറഞ്ഞതുപോലെ. കല്യാണത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വെണ്ണിലയുടെ മുഖമാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്നു. താൻ വെറുമൊരു ക്യാബ് ഡ്രൈവർ, അവളാണെങ്കിൽ വലിയൊരു സെലിബ്രിറ്റി. അവളുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണെന്ന് കരുതണം. അവളെ കല്യാണം കഴിക്കുന്നതിനെ ചിന്തിക്കുന്നത് സമിതാഗ്രഹമാണെന്ന് അവൻ പറഞ്ഞ് ഞാൻ മനസ്സിലെ വിലക്കി. സമയം രാത്രി 3 മണി കഴിഞ്ഞിരിക്കുന്നു. അമീർപേട്ടിലെ റോഡുകളെല്ലാം വിജനമാണ്. സൂര്യ തൻ്റെ കാർ റോഡരികിൽ ഒതുക്കി നിർത്തി. സൂര്യ എന്തോ ചിന്തയിലിരിക്കുമ്പോഴാണ് വെണ്ണിലയുടെ ഫോൺ വരുന്നത്. ഹലോ സൂര്യ, ഇന്നത്തെ ഷോ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് അറിയാമോ എന്ന് വെണ്ണില ആവശ്യത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സൂര്യയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതേ എന്നിങ്ങനെ വളരെ താഴ്ന്ന ഇതിലായിരുന്നു അവൻ സംസാരിച്ചിരുന്നത്. അവൻ്റെ മനസ്സ് മുഴുവൻ രാവിലെ അമ്മ പറഞ്ഞ ഒരു വിവാഹാലോചനയായിരുന്നു. സൂര്യയുടെ ശബ്ദത്തിലെ ആ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. സൂര്യ, എന്തു പറ്റി?
വോയിസ് എന്താ ഇത്ര ഡള്ളായിരിക്കുന്നത് എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല വെണ്ണില എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നോക്കിയെങ്കിലും അവൾ വിട്ടില്ല. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ സൂര്യക്ക് സത്യം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. രാവിലെ അമ്മ വിളിച്ചിരുന്നു. ഒരു ആലോചന വന്നിട്ടുണ്ടത്രേ. ഈ ഞായറാഴ്ച തന്നെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും വെണ്ണില പെട്ടെന്ന് നിശബ്ദയായിപ്പോയി. എന്ത് പറയണമെന്ന് അവൾക്കും തോന്നിയില്ല. ഇത്രയും കാലം എല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളും തന്നോട് പങ്കുവച്ചിരുന്ന സൂര്യ ഇനി വേറൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകും എന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. വെണ്ണില, സൂര്യ വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. ആ, എന്നിട്ട് എന്ന് തീരുമാനിച്ചു? പോകുന്നുണ്ടോ? അമ്മയുടെ വാക്കുകൾ തള്ളിക്കളയാൻ പറ്റില്ല. മിക്കവാറും വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്, സൂര്യ നീരസത്തോടെ പറഞ്ഞു. ശരി സൂര്യ, എൻ്റെ ക്യാബ് വന്നു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാൻ. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. വീട്ടിലെത്തിയിട്ടും വെണ്ണിലയുടെ മനസ്സ് ശാന്തമായില്ല. സൂര്യ പറഞ്ഞ വിവാഹക്കാരൻ തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. അതവളെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. സത്യത്തിൽ സത്യത്തിൽ എനിക്ക് എന്തു പറ്റി? സൂര്യ എൻ്റെ നല്ലൊരു കൂട്ടുകാരനല്ലേ? അവരൊരു കല്യാണം കഴിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെന്തിനാണ് എനിക്ക് കരച്ചിൽ വരുന്നത്? സൂര്യയെ കൂടെ വേറൊരു പെൺകുട്ടി നിൽക്കുന്നത് ആലോചിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. അവൾ മുറികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആശയക്കുഴപ്പത്തിനിടയിലാണ് അവൾക്ക് കാര്യങ്ങൾ വ്യക്തമായത്. തൻ്റെ വിഷമം സൂര്യ തന്നെ വിട്ടുപോകുന്നതിലല്ല, മറിച്ച് അവൻ ഇനി വേറൊരാൾക്ക് സ്വന്തമാകാൻ പോകുന്നു എന്തിനാണ്? ഇത്രയും കാലം സൂര്യ വെറും ഒരു കൂട്ടുകാരൻ മാത്രമാണെന്ന് അവൾ കരുതിയിരുന്നത്. എന്നാൽ അവനെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവനെ കണ്ടിരുന്നെന്നും അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ മൊത്തം കൺഫ്യൂഷൻ എല്ലാം മാറിയപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. സൂര്യ എന്ത് വെറുമൊരു ശീലമല്ല, മറ്റൊരാളും പങ്കുവെക്കാൻ കഴിയാതെ അത്ര വലിയ സ്നേഹമാണെന്ന് അവൾക്ക് കൃത്യമായി മനസ്സിലായി. ആ ഒരു തിരിച്ചറിവുണ്ടായതോടെ വെണ്ണിലക്ക് പെട്ടെന്ന് വലിയൊരു ധൈര്യം വന്നു. തൻ്റെ മനസ്സിലെ കാര്യം തുറന്നു പറയാതെ അയാളെ ഒരിടത്തേക്കും പോകാൻ അനുവദിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അപ്പോൾ സമയം വെളുപ്പിന് 4 മണിയാകുന്നതേയുള്ളൂ. സൂര്യയുടെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ അയാളെ ഫോൺ വിളിയിൽ വിളിച്ചു. ഫോൺ ബെല്ലടിച്ചിട്ടും ഫോൺ എടുത്തു. വെണ്ണില, എന്താ പറ്റിയത്? ഈ സമയത്ത് വിളിച്ചതെന്താ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല സൂര്യ, നാളെ വൈകുന്നേരം 6 മണിക്ക് സഞ്ജീവയ്യ പാർക്കിനടുത്തേക്ക് വരാമോ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, വെണ്ണില ഒട്ടും പതറാതെ പറഞ്ഞു. സൂര്യക്കൊന്നും മനസ്സിലായില്ല. ശരി വെണ്ണില, ഞാൻ വരാം. പക്ഷെ എന്താ കാര്യമെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞൂടെ? അവൻ ചോദിച്ചു. അല്ല സൂര്യ, നമുക്ക് നാളെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ശരിയെന്നാൽ എന്നും പറഞ്ഞാൽ ഫോൺ വെച്ചു. ഫോൺ കട്ടായതും സൂര്യ ആലോചനയിലാണ്ടു. ഈ സമയത്ത് വിളിച്ചത് കാണണം എന്ന് പറയണമെങ്കിൽ എന്താവും? ഒരു പക്ഷെ അവൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വിളിക്കുന്നത്. അവൻ്റെ മനസ്സിൽ ചെറിയ പ്രതീക്ഷ മുട്ടിട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവിടെ നിൽക്കുന്നു, ഞാനെവിടെ നിൽക്കുന്നു? വെണ്ണിലോട് ഇഷ്ടമുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞ് അവൾ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന ഭയം സൂര്യനുണ്ടായിരുന്നു. ശരി, നാളെ അവൾ എന്ത് പറയുമെന്ന് നോക്കാം എന്ന് സ്വയം സമാധാനിപ്പിച്ചവൻ മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം 6 മണി, സഞ്ജീവയ്യ പാർക്ക്. സൂര്യ നേരത്തെ തന്നെ അവിടെ എത്തി ഒരു ബെഞ്ചിൽ ഇറപ്പുറപ്പിച്ചു. എപ്പോഴും കാണാറുള്ള യൂണിഫോമിന് പകരം നല്ലൊരു സാധാരണ ഷർട്ടിൽ വൃത്തിയായാണ് അവൻ വന്നത്. ഫോണിൽ അത്ര ആവശ്യമായി എന്താണ് കാര്യമായിരിക്കും സംസാരിക്കാനുണ്ടാവുക എന്ന ചിന്തയിലായിരുന്നു അവൻ. അപ്പോഴാണ് ദൂരെ നിന്ന് വെണ്ണിൽ വരുന്നത് കണ്ടത്. ഒരു സിമ്പിൾ ചുരിദാർ ശാന്തമായി നടന്നു വരുന്ന അവളെ കണ്ടതും സൂര്യ എഴുന്നേറ്റ് നിന്ന് ഒന്ന് പുഞ്ചിരിച്ചു. ഹായ് വെണ്ണില, സുഖമാണോ? സുഖമാണ് സൂര്യ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് അവൾ അടുത്തുള്ള ബെഞ്ചിലിരുന്നു. എനിക്കും സുഖം തന്നെ. വരാൻ ട്രാഫിക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ച് സൂര്യയും അവൾക്ക് അല്പം സ്ഥലം വിട്ട് ആ ബെഞ്ചിലിരുന്നു. ഈസി ആയിട്ട് വന്നല്ലോ എന്ന് അവൾ പുറമേക്ക് സാധാരണ പോലെ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പരിഭ്രമം ഉള്ളതായി അവന് തോന്നി. എന്താ വെണ്ണില, ഇന്നലെ രാത്രി സീരിയസ് ആയിട്ട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിൽ വല്ല കുഴപ്പവുമാണോ? അവൾ അവനെ നേരിട്ട് നോക്കിക്കൊണ്ട്, വീട്ടിലല്ല സൂര്യ, എൻ്റെ മനസ്സിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങളാണ്. സൂര്യ ഒന്നും മനസ്സിലാവാതെ, ഞാനോ? ഞാൻ എന്ത് ചെയ്തതെന്ന് വെണ്ണില? ഈ ഞായറാഴ്ച നിങ്ങൾ പെണ്ണു കാണാൻ നാട്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ആ ഉത്തരം അറിഞ്ഞാൽ മതി. ഓ, അതായിരുന്നു. അമ്മ നിർബന്ധിക്കുന്നുവെന്ന് ഒന്ന് പോയി കണ്ടുവന്നാൽ അവർക്ക് സമാധാനമാകുമല്ലോ എന്ന് കരുതി ഞാൻ സമ്മതിച്ചതാണ്. അവൾ അല്പം ദേഷ്യത്തോടെ. കണ്ടു വരാനോ? അതോ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉടനെ സമ്മതം പറയുമോ? സമ്മതം പറയാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് വെണ്ണില? രാത്രി മുഴുവൻ കാറോടിച്ച് നടക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി വരുമെന്ന് എന്താണ് ഉറപ്പ്? ഇനി വന്നാൽ തന്നെ അവൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി വരേണ്ടി വരുമല്ലേ? എനിക്കാ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാണ് സൂര്യ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇത്ര കുറച്ച് സംസാരിക്കുന്നത്?
നിങ്ങൾ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട്. സത്യസന്ധനല്ലേ? പിന്നെ എന്തിനാണ് ഈ വിട്ടുവീഴ്ച? നിങ്ങളെപ്പോലെ രാത്രി ജോലി ചെയ്യുന്ന ഒരാളെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ പിന്നെന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത് കേട്ടപ്പോൾ സൂര്യയുടെ നെഞ്ചിടിപ്പ് കൂടി. ഒന്നും മനസ്സിലാവാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. വെണ്ണില, എന്താ ഈ പറയുന്നത് എന്നവൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. സത്യമാണ് സൂര്യ പറയുന്നത്. റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ട് ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടാകാം. പക്ഷെ ആ ഷോക്ക് പിന്നിലെ എൻ്റെ ക്ഷീണവും സങ്കടവുമൊക്കെ ക്ഷമയോടെ കേട്ട് എന്നെ മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ്. ഇത്രയും കാലം നമ്മുടേത് വെറും സൗഹൃദം മാത്രമാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നലെ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. എന്നും എൻ്റെ കൂടെയുണ്ടായിരുന്ന സൂര്യ ഇനി മറ്റൊരാളുടേതാകും എന്ന ചിന്ത എനിക്ക് താങ്ങാനായില്ല. സൂര്യയുടെ കണ്ണുകൾ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. താൻ ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അതേ പ്രണയമാണ് ഇപ്പോൾ അവളുടെ വാക്കുകളിലൂടെ കേൾക്കുന്നത്. പക്ഷെ ഒരു നിമിഷം അവൻ മടിച്ചു. വെണ്ണില, എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങളെവിടെ, ഞാനെവിടെ സൂര്യ? നിങ്ങൾക്ക് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്. ഒരുപാട് പേർ ആരാധിക്കുന്ന ശബ്ദമാണ് നിങ്ങളുടേത്. ഞാനാണെങ്കിൽ വെറുമൊരു അവൻ പറഞ്ഞു പൂർത്തിയാക്കില്ല. നമ്മൾ രണ്ടുപേരും ഈ നഗരത്തിൽ കടങ്ങൾ വീട്ടാൻ വേണ്ടി ജീവിക്കുന്ന സാധാരണക്കാരനാണ് സൂര്യ. എനിക്ക് കോടികളൊന്നും വേണ്ട. ജീവിതകാലം മുഴുവൻ കൂടെ നടക്കാൻ എനിക്ക് ആസ്തിയോ അന്തസ്സോ ഒന്നും വേണ്ട സൂര്യ. എൻ്റെ കണ്ണുനീർ തുടക്കാൻ കൽപ്പുള്ള ഒരു നല്ല മനസ്സ് മാത്രം മതി. ആ ഒരു ധൈര്യം എനിക്ക് നിന്നിൽ കാണാൻ കഴിഞ്ഞു. സൂര്യ മൗനമായുടെ കണ്ണുകളിലെ ആ ആത്മാർത്ഥത നോക്കി നിന്നു. പെട്ടെന്ന് വെണ്ണില ആ ഗൗരവമൊന്ന് കുറക്കാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ പോട്ടെ, നീ പറഞ്ഞില്ലേ നിന്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ കൂട്ടിന് എൻ്റെ റേഡിയോ ഷോ വേണമെന്ന്? നാളെ നിനക്ക് വേറെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഭാര്യ കൂടെയുള്ളപ്പോൾ രാത്രി നീ എങ്ങനെ എൻ്റെ ഷോ കേൾക്കും? എനിക്കെങ്ങനെ ഫോൺ ചെയ്ത് വിശേഷങ്ങൾ പറയും? അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ആ കല്യാണം അങ്ങോട്ട് ക്യാൻസൽ ചെയ്തേക്ക്. അവൾ തമാശ രൂപേണയാണ് തുടങ്ങിയതെങ്കിലും സൂര്യൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് വളരെ കാര്യമായിത്തോടെ തന്നെ അവൾ ചോദിച്ചത്. വെണ്ണീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യൻ്റെ മനസ്സിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന പദവി എന്ന മതിൽ തകർന്നു വീണു. അവൾ തന്നെ അതേ അർത്ഥത്തിലാണ് സ്വീകരിച്ചതെന്ന് അവന് വ്യക്തമായി മനസ്സിലായി. ഇത്രയും നാൾ അവൾ തന്നെ വിട്ടുപോകുമോ എന്ന് ഭയന്ന് ജീവിച്ച സൂര്യൻ്റെ ചുണ്ടുകളിൽ ഇപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒന്ന് സന്തോഷച്ചിരിയോടെ സൂര്യവേണിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമുള്ളപ്പോൾ ഞാൻ വേറെ വിവാഹത്തെക്കുറിച്ച് ആലോചന ജീവിക്കുന്നതാണ് വെണ്ണില. എൻ്റെ ഓരോ രാത്രികളിലും എൻ്റെ ഏകാന്തതയിലും കൂട്ടായിട്ടുള്ള നിൻ്റെ ആ ശബ്ദമാണ്. അങ്ങനെയുള്ള നീ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടായി വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വേറെന്താണ് വേണ്ടത്? അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വെണ്ണിലയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അപ്പോൾ ഞായറാഴ്ച നാട്ടിൽ പോയി അമ്മയോട് എന്ത് പറയും? ചിരിച്ചുകൊണ്ട് വെണ്ണില ചോദിച്ചു. മറ്റൊരു ആലോചനയും നോക്കണ്ടെന്ന് പറയും. എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു മരുമകളെ കിട്ടിക്കഴിഞ്ഞു എന്ന്. അവളുടെ പേര് വെണ്ണില എന്നാണെന്ന് സന്തോഷത്തോടെ അമ്മയോട് പറയും. പിന്നെ നിങ്ങളുടെ വീട്ടിലും? സൂര്യ ചോദിച്ചു. അമ്മക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് സൂര്യനെ അറിയാമല്ലോ. നമ്മുടെ കാര്യം പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കും. നാളെ രാവിലെ തന്നെ ഞാൻ അമ്മയോട് എല്ലാം പറയാം, വെണ്ണില ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പാർക്കിലെ വിളക്കുകൾ തെളിഞ്ഞു. ഇരുട്ടിത്തുടങ്ങിയെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. വരെ വെണ്ണില, നേരം ഇരുട്ടുന്നു. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അപ്പോൾ നിന്റെ ഡ്യൂട്ടിയോ? അതൊന്നും കുഴപ്പമില്ല. നിന്നെ ഇറക്കിയിട്ട് ഞാൻ പോയിക്കോളാം. രണ്ടുപേരും ചേർന്ന് കാറിൽ പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെണ്ണിലയുടെ വീടിന് മുന്നിൽ കാർ നിന്നു. ഷോ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് വെണ്ണില കാറിൽ നിന്നിറങ്ങി. അവൾ ഉള്ളിൽ കയറുന്നതുവരെ അവിടെ തന്നെ നോക്കി നിന്ന് സൂര്യ നിറഞ്ഞ മനസ്സോടെ കാർ സ്റ്റാർട്ട് ചെയ്തു. ഞായറാഴ്ച രാവിലെ സൂര്യയുടെ സ്വന്തം നാട്. രാത്രി മുഴുവൻ യാത്ര ചെയ്ത് വീട്ടിലെത്തിയ സൂര്യ കുളി കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു. 11 മണിയപ്പോഴേക്കും അമ്മ ചോദിച്ചു. നമുക്ക് ആലോചന വന്നാൽ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? നീ എന്താ ഇങ്ങനെ ആകെ ഡള്ളായിരിക്കുന്നത്? മകൻ സൂര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അമ്മ ഇത് ചോദിച്ചത്. സൂര്യ കയ്യിലിരുന്ന തോർത്തൊരു വശത്തേക്ക് മാറ്റിവെച്ച് അച്ഛനെയും അമ്മയും നോക്കി പറഞ്ഞു. അമ്മയച്ഛ, എനിക്ക് ആ പെണ്ണു കാണാൻ വരാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. നീ എന്താ ഈ പറയുന്നത്? നമ്മൾ അവർക്ക് വരാമെന്ന് വാക്ക് കൊടുത്തതല്ലേ. ഇപ്പോൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്കെന്ത് പറ്റി? അമ്മ ആകെ പരിഭ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ രാമയ്യ ഇടപെട്ടു. നീ ഇങ്ങനെ ബഹളം വെക്കാതെ അവൻ പറയട്ടെ. എന്താ സൂര്യ, നിനക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? അതോ ഈ ആലോചന ഇഷ്ടപ്പെടാത്തതിന് വേറെ വല്ല കാരണവുമുണ്ട്? അദ്ദേഹം ശാന്തനായി ചോദിച്ചു. സൂര്യ അച്ഛനെ നോക്കി സമാധാനത്തോടെ മറുപടി നൽകി. അങ്ങനെയല്ല അച്ഛ, പക്ഷേ എനിക്ക് പെണ്ണുകാണൽ വേണ്ട. ഞാനൊരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ജോലിയെക്കുറിച്ചും നൈറ്റ് ഡ്യൂട്ടിയെക്കുറിച്ചും ആ കുട്ടിക്കെല്ലാം അറിയാം. അവൾ നന്നായി മനസ്സിലാക്കിയ പെൺകുട്ടിയാണ്. അവൾ രണ്ടുപേരും അനുഭവത്തോടെ സൂര്യയെ നോക്കി. ആരാണ് പെൺകുട്ടി? എന്താ ചെയ്യുന്നത്? സൂര്യയുടെ അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. അമ്മ, അവളുടെ പേര് വെണ്ണില. അവളുടെ സിറ്റിയിൽ തന്നെയാണ് താമസം. എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ആളാണ്. പകൽ മുഴുവൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യും. രാത്രി റേഡിയോ ജോക്കിയായ. അച്ഛനില്ല, അമ്മയെയും അനിയെയും നോക്കുന്നത് അവൾ തനിച്ചാണ്, സൂര്യ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടെ അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന പരിഭ്രമം പതുക്കെ മാറി.
ഒരു പെൺകുട്ടി തൻ്റെ വീടിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നറിഞ്ഞപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അങ്ങനെയോ? ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ചുമക്കുകയാണ്. കഷ്ടപ്പാട് അറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൻ്റെ വില മനസ്സിലാകൂ. എന്നിട്ട് അവളുടെ അമ്മക്കും ഇക്കാര്യം അറിയാമോ? സൂര്യയോട് അവർ സംസാരിച്ചിട്ടുണ്ടോ? അമ്മ അല്പം സഹതാപത്തോടെ ചോദിച്ചു. സൂര്യ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അറിയാം, ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ അമ്മക്ക് എന്നെ നേരത്തെ അറിയാം. സൂര്യയുടെ വാക്കുകളിൽ വ്യക്തതയും അവൻ്റെ കണ്ണുകളിലെ സന്തോഷവും കണ്ടപ്പോൾ അവർക്ക് പിന്നെ സംശയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി മോനെ, കഷ്ടപ്പാടും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിയ കുട്ടിയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വേറെ എന്ത് വേണം? ഈ പെണ്ണുകാണ ചടങ്ങും ബഹളവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഒരു നല്ല ദിവസം നോക്കി ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് അവളുടെ അമ്മയോട് സംസാരിച്ചോളാം. അച്ഛൻ ഉറപ്പ് നൽകിയപ്പോൾ സൂര്യക്ക് ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. താങ്ക്സ് അച്ഛ എന്ന് പറഞ്ഞവൻ സന്തോഷത്തോടെ തലയാട്ടി. മറുവശത്ത് ഹൈദരാബാദിൽ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വെണ്ണിലെ വീട്ടിലുണ്ടായിരുന്നു. ജനലിൽ ഇരിക്കുകയായിരുന്ന അമ്മയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. അമ്മേ, ഇപ്പോൾ സൂര്യ വിളിച്ചിരുന്നു. അവരുടെ അച്ഛനും അമ്മയും നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. അടുത്ത ആഴ്ച അവർ വന്ന് സംസാരിക്കും. മുഖത്ത് സന്തോഷം മടക്കാനാതെ അവൾ പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ പാർവതിയമ്മയുടെ മനസ്സൊന്ന് ശാന്തമായി. വെണ്ണിലയുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവർ പറഞ്ഞു, എനിക്ക് സന്തോഷമായി മോളെ. നിന്റെ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കുന്ന സൂര്യയെപ്പോലെ ഒരാളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരു വർഷത്തിന് ശേഷം രാത്രി 1 മണി. ബഞ്ചാറ ഹിൽസിലെ FM റേഡിയോ സ്റ്റുഡിയോയിൽ ഓൺ എയർ ബോർഡ് ചുവന്ന നിറത്തിൽ തെളിഞ്ഞു ഇരിക്കുന്നു. ഹെഡ്സെറ്റും വെച്ച് മൈക്കിന് മുന്നിലിരിക്കുകയാണ് വെണ്ണില. അവളുടെ കഴുത്തിൽ മിന്നുന്ന താലിച്ചരട് തിളങ്ങുന്നുണ്ടായിരുന്നു. ആ മുഖത്ത് കാലത്ത് പോലെ ശാന്തത പടർന്നു. മറ്റൊരു വശത്ത് നഗരത്തിൽ പാസഞ്ചർ ഡ്രോപ്പ് ചെയ്ത ശേഷം സൂര്യ തൻ്റെ കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അതൊരു പഴയ വാടകക്കാറല്ല. പകലും രാത്രിയും കഷ്ടപ്പെടാൻ സ്വന്തമായി വാങ്ങിയ വണ്ടിയാണ്. പതിയെ പോലെ രാത്രി 1 മണിക്ക് റേഡിയോ ഓൺ ചെയ്തു. റേഡിയോയിൽ വെണ്ണില സ്വരം. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നഗരത്തിന് ഇതൊരു കുളിർമയ ഗുണത്തിൽ ഇരുട്ടിനോട് കൂട്ടിച്ചേർന്ന് നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇതാ ഈ നിലാവിൻ്റെ ഒരു സ്പർശം. ഹലോ ഹൈദരാബാദ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൂട്ട്. പകൽ മുഴുവൻ പണിയെടുക്കുന്ന കഷ്ടപ്പാടുള്ള വശത്താണെങ്കിൽ എല്ലാവരും ഉറങ്ങുന്ന ഈ പാതിരാത്രിയിൽ കുടുംബത്തിന് വേണ്ടി ഉണർന്നിരുന്ന് പോരാടുന്നത് മറ്റൊരു വശമാണ്. ആ പോരാട്ടത്തിൽ തളർന്നു ചെല്ലുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്നറിഞ്ഞാൽ ഈ രാത്രി ഡ്യൂട്ടിയെ പോലും വളരെ നിസ്സാരമായി തോന്നും അല്ലേ? ഒരു കാലത്ത് ഈ മയക്കിന് മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്കും അങ്ങനെ ഒരു കൂട്ട് വേണമെന്ന് തോന്നുമായിരുന്നു. കൃത്യം 1 വർഷം മുമ്പ് ഇതേ ഷോയിലേക്ക് വന്ന ഒരു കോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അന്ന് രാത്രി ഫോൺ ചെയ്ത ആൾ പറഞ്ഞത് തൻ്റെ ഇരുട്ട് നിറഞ്ഞ യാത്രയ്ക്ക് എൻ്റെ വാക്കുകളാണ് കൂട്ട് എന്നാണ്. എന്നാൽ ഇന്ന് അതേ മനുഷ്യൻ എൻ്റെ ജീവിതത്തിന് തന്നെ കൂട്ടായി മാറി. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ അത്ഭുതകരമായൊരു കൂട്ട് കിട്ടിയിട്ടുണ്ടോ? ആ യാത്ര എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ കൈപ്പിടിച്ച് നടത്താൻ കൂടെയുള്ള ആ മനുഷ്യൻ ആരാണ്? നിങ്ങളുടെ ആ മനോഹരമായ ഓർമ്മകൾ എന്നോട് പങ്കുവെക്കൂ. വിളിക്കൂ നമ്മുടെ സ്റ്റുഡിയോ നമ്പറിലേക്ക്. അതിനു മുമ്പ് ഇപ്പോൾ നഗരത്തിൽ എവിടെയോ കാർ ഓടിച്ചുകൊണ്ട് എൻ്റെ ഈ ഷോ കേൾക്കുന്ന ആ സ്പെഷ്യൽ ഡ്രൈവർക്ക്, എൻ്റെ സൂര്യക്ക് ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ പാട്ട് നിങ്ങൾക്കായി. റേഡിയോയുടെ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യയുടെ മുഖത്തൊരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. ഒരു കാലത്ത് നൈറ്റ് ഡ്യൂട്ടി എന്നാൽ അവന് അവസാനമില്ലാത്തൊരു യാത്ര പോലെയായിരുന്നു. എന്നാൽ ഇന്ന് ആ യാത്ര ഒട്ടും ഭാരമായി തോന്നിയില്ല. കാരണം ജോലി കഴിഞ്ഞാൽ മടങ്ങിച്ചെല്ലാൻ മനോഹരമായൊരു വീടുണ്ടെന്നും അവിടെ തനിക്കായി കാത്തിരിക്കാൻ വെണ്ണില ഉണ്ടെന്നുമുള്ള സന്തോഷം ആ രാത്രിയെ വളരെ ലഘുവാക്കി മാറ്റി. പുലർച്ചെ 6 മണി. ഡ്യൂട്ടി കഴിഞ്ഞ് സൂര്യ വീട്ടിലെത്തി. അത് പഴയതുപോലെ ഒരു ചെറിയ സിംഗിൾ റൂം അല്ല. SR നഗറിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ എടുത്ത വലിയൊരു വീടാണ്. ഹാളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ കണ്ടു സൂര്യ അമ്മയുടെ എലമ്മയും വെണ്ണിലയുടെ അമ്മ പാർവതിയമ്മയും ചേർന്ന് പൂജാമുറിയിൽ ദീപം തെളിച്ച് സംസാരിക്കും. അടുത്തിരുന്ന കസേരയിൽ സൂര്യയുടെ അച്ഛൻ രാമയ്യ പത്രം വായിക്കുകയാണ്. വന്ന സൂര്യ, ഡ്യൂട്ടി കഴിഞ്ഞ മോനെ? കഴിഞ്ഞു അച്ഛ, നിങ്ങൾ പോയി പൂജ ചെയ്തോളൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഒട്ടും ശബ്ദമുണ്ടാക്കാതെ സൂര്യ ബെഡ്റൂം വാതിൽ തുറന്നു. രാത്രി 3 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന വെണ്ണില നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ അവൻ ജനം തിരശ്ശീല പതുക്കെ നീക്കി. ഇളം വെയിൽ വെണ്ണിലയുടെ മുഖത്ത് വന്ന് പതിച്ചു. ആ വെളിച്ചത്തിൽ മെല്ലെ കണ്ണു തുറന്നവൾ തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യയെ കണ്ടു. ആ ഉറക്കച്ചടവിലും ഒന്ന് പുഞ്ചിരിച്ചു. സൂര്യ അവളുടെ അരികിൽ വന്നിരുന്ന് പുതപ്പ് ശരിയാക്കി കൊടുത്തു. നീ കിടന്നു. രാത്രി 3 മണിക്കല്ലേ വന്നത്? എപ്പോഴും എഴുന്നേൽക്കണ്ട, നീ ഒരുപാട് തളർന്നിട്ടുണ്ട്. അവൾ അവൻ്റെ കൈ പിടിച്ച് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. രാത്രി മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നതും നിങ്ങളാണ് സൂര്യ. നിങ്ങൾക്ക് ചൂടോടെ ഒരു കപ്പ് കോഫി ഇട്ട് തരാതെ ഞാൻ എങ്ങനെയാ ഇനിയും ഉറങ്ങുക? ഭാരം ചുമന്ന് ഇരുട്ടിലൂടെ യാത്ര ചെയ്ത ആ 2 പേർക്കും ഇപ്പോൾ പരസ്പരം തുണ ലഭിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ടു പോയ 2 കുടുംബങ്ങൾ ഇപ്പോൾ ഒന്നായി.
രാത്രി മുഴുവൻ എത്ര കഷ്ടപ്പെട്ടാലും വീട്ടിലെത്തുമ്പോൾ ഓടുവന്ന് സ്വീകരിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതാണ് പ്രണയത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൂട്ട്. നഗരത്തിലെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഓരോരുത്തർക്കും ഓരോ കഷ്ടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും കാണും. ആ കഷ്ടപ്പാട് കണ്ട് വെറുതെ സാധിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങൾ പങ്കുചേരാൻ മനസ്സുള്ള ഒരാളെ കിട്ടുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യം. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു കുടുംബത്തുമുള്ള വീട് ഒരു ദേവാലയത്തേക്കാൾ കുറഞ്ഞതല്ല.